പിന്നെ ഫഹദേ, ഞാൻ എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. ഷഹബാസിനെ ഞാൻ കൊല്ലൂന്ന് പറഞ്ഞു, ഞാൻ കൊന്നു. അവന്റെ കണ്ണൊന്ന് പോയോക്ക്, കണ്ണൊന്നും കാണില്ല. നീ ആരടാ? എല്ലാരും കേട്ടില്ലേ? കൊന്നോന് ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ ചാറ്റാണിത്. കാലം പോയൊരു പോക്ക് മക്കളെ. ഇവന്റെയൊക്കെ മൈൻഡിൽ കുത്തിവെച്ച അഹങ്കാരത്തിന്റെ ധ്വനിയാണ്. എന്താ അറിയോ? ചോദിക്കാനും പറയാനും. നീ കൊന്നാപ്പ എന്താ? ജയിലിൽ പോയി 2 ദിവസം കഴിഞ്ഞാണ്ട് പുറത്തേക്ക് ഇറങ്ങാലോ എന്ന്. അല്ലെങ്കിൽ എന്താ, നല്ല മട്ടൻ ബിരിയാണിയും നല്ല ചപ്പാത്തിയും കോഴിക്കറിയൊക്കെ കിട്ടുമല്ലോ എന്നുള്ളത്. ഏകദേശം 1 വീക്ക് എഗോ, ഒരാഴ്ച മുമ്പ് അറബ് രാജ്യത്ത് നിന്ന് ഞാനൊരു വാർത്ത കേട്ടു. 3 പേരെ ഡ്രഗ് അഡിക്ഷനിൽ പിടിക്കപ്പെട്ടിട്ട് 3 പേർക്കും തൂക്കുകയർ നൽകി. ഇത്തരത്തിൽ തെമ്മാടിത്തരം ചെയ്യുന്ന, ഭരണത്തെ ഭയമില്ലാത്ത, റൂൾസിനെ ഭയമില്ലാത്ത, ഗവൺമെന്റിനെ ഭയക്കാത്ത കാലത്തോളം ഇത്തരത്തിലുള്ള 10ഉം 15ഉം വയസ്സുള്ള ചെറു പിഞ്ചു മക്കളിൽ നിന്ന് ഇത്തരം തെമ്മാടിത്തരം, ഇതിനും അപ്പുറം ഇനിയും വാർത്തകൾ കേൾക്കും. അവർ ഭയക്കുന്ന ഒരു റൂളും അവരുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒരു പേടി തോന്നുന്ന ഒരു ഗവൺമെന്റും നിലവിൽ നമ്മുടെ രാഷ്ട്രത്തിലില്ല. അവർ ഭയക്കുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒരു പേടി തോന്നുന്ന രീതിയിലുള്ള റൂൾസും ഗവൺമെന്റും നമ്മുടെ രാഷ്ട്രത്തിൽ വരണം. അന്ന് മാത്രമേ ഇതിനൊരു അറുതി അല്ലെങ്കിൽ ഇതിനൊരു സ്റ്റോപ്പ്, ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. മക്കൾക്ക് ചെറുപ്പം മുതലേ പണം കൊടുത്തും പണം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണെങ്കിൽ, എല്ലാ രക്ഷിതാക്കളും വിചാരിക്കുന്നത് പോലെ എൻ്റെ മക്കൾ ഇതിലേക്കൊന്നും പോകില്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി. ആവശ്യത്തിലധികം പണം കൊടുക്കുന്നതും അതുപോലെ ചെറുപ്രായത്തിൽ തന്നെ പണമുണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്നും മക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു രക്ഷിതാവെന്ന നിലയ്ക്ക് അവരുടെ ഡ്യൂട്ടിയാണ്. ഇത് രണ്ടും പാടെ ഗവൺമെന്റും ഇത്തരത്തിൽ നമ്മുടെ സംരക്ഷണവും ഓക്കെയായാൽ മാത്രമേ ഉള്ളൂ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളുടെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിൽ മുറുകെ കെട്ടുകയുള്ളൂ. തൊട്ടിലിലെ ശീലം ചുടല വരെ എന്നാണ്. സൂക്ഷിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇല്ലെങ്കിൽ അടുത്തൊരു ചുറ്റികക്കോ അരിവാളിനോ ഇരയാകേണ്ടി വരിക നിങ്ങളായിരിക്കും.